ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടതായ സാധനങ്ങൾ: പാവയ്ക്ക ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ്, അത് തന്നെ. പിന്നെ തേങ്ങാക്കൊത്ത് ഒരു 20 ഉള്ളി, പിന്നെ 2 വീതമായിട്ട് അരിഞ്ഞെടുത്തത്, ചുവന്നുള്ളി, പിന്നെ 3 വറ്റൽമുളക്, ഒരു 5 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, പിന്നെ കരിവേപ്പില 2 തണ്ട്, പിന്നെ ഒരു കുറച്ചേറെ 5-8 വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമ്മൾ പയ്യെ സ്റ്റൗ ഓൺ ചെയ്യുന്നു. ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിക്കോട്ടെ വെളിച്ചെണ്ണ. അപ്പോൾ ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറ്റൽമുളകാണ്. വറ്റൽമുളക് നമ്മൾ ഈ ചൂട് വന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒന്ന് ചൂട് പിടിച്ചോട്ടെ, ഒന്ന് മൂത്തോട്ടെ. മനസ്സിലായി? അത് കറുത്ത് കരുവാളിക്കുന്ന വെച്ചോണ്ടിരിക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച തേങ്ങ കൊത്ത്. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും തന്നെ കിടന്ന് മൂത്തോളൂ. ഇതാണ് നമ്മുടെ തേങ്ങാക്കൊത്ത്. ഇതെന്നാ ചൂടല്ലല്ലോ പറയുന്നത്. ഒന്ന് വറുത്ത് വരണം. തേങ്ങയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ടു, വെതറിയിട്ട് കൊടുത്തു. പാവയ്ക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ പൊരിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്കൊക്കെ ഒത്തിരി തിന്നുന്നവർക്ക് ഈ തലകറക്കം എന്ന് പറയുന്ന സാധനം വരിക. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യണം. പാവയ്ക്കായുടെ ഒരു വലിയ ഗുണമാണത്. അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ്, ഒരു 20 ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ്. ഈ 20 എണ്ണത്തിന്റെ ഈ ചുവന്നുള്ളി, ചെറിയ ഉള്ളിയുടെ ആ ടേസ്റ്റ്. സാൾട്ട് ഇടാം. അപ്പൊ സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഒതുങ്ങി വരും കേട്ടോ. അതിന് വേണ്ടിയാണ്. കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മൂന്നാല് തണ്ട് മാറ്റി വെക്കുക. അത് അവസാനം നമ്മൾ പച്ചമുളകിന്റെ കൂടെ ചേർക്കാം. അറിയാം, മഞ്ഞൾ പ്രസാദം വന്നിരിക്കുകയാണ്. മഞ്ഞ കുരുമുണ്ടിട്ട ഒരു യുവതിയുടെ പുറകൂടെ മാത്രമേ ഉള്ളൂ. ഇനി മൊഴിയും. ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പാവയ്ക്ക ഒന്ന് വെന്ത് കിട്ടാനാണ്. മനസ്സിലായോ? ഏറ്റവും താഴത്തെ തീരെ ഇട്ടാവുള്ളൂ. പാവയ്ക്ക ഒന്ന് വെന്ത് കിട്ടുകയാണ് ഇതിനകത്ത് ചലഞ്ച്. കാരണം അടച്ചു വെച്ച് നമ്മൾ വേവിക്കത്തില്ല. തുറന്നിട്ട് തന്നെ വേവിക്കേണ്ട ഒരു സംഭവമാണ്. ഉപ്പുണ്ടോ നോക്കിത്തരാം. ഏകദേശം 20 മിനിറ്റ് ആയി കാണുമായിരിക്കും. ഇത് കുറച്ച് പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ ഇത് രുചികരമായ രീതിയിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുകയില്ല. സോ യു മസ്റ്റ് എക്സസൈസ് സം കൈൻഡ് ഓഫ് പേഷ്യൻസ്. 20 മിനിറ്റ് ഒക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം പാതി മുരിഞ്ഞു, നല്ലതുപോലെ വെന്തു, പാകത്തിന് ഉപ്പുണ്ട്. അഡീഷണൽ വെച്ചിരുന്ന കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ ഒരു ഗ്രീൻ ഫ്ലേവറും വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു ബ്രൗണിഷ് ലുക്കാണ് പാവയ്ക്കയ്ക്ക്. പാവയ്ക്കയ്ക്ക് നല്ല കയ്പ്പാണ്. അതോടൊപ്പം തന്നെ ഉപ്പുണ്ട്, സ്വല്പം എരിവുണ്ട്, നല്ലൊരു ടേസ്റ്റ്. അതുപോലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു കുഴമ്പ് എഫക്റ്റ് ആകപ്പാടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങി വെക്കാറായി. ഇതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് ഈ ലെവലിൽ എത്തണം ഈ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. പാവയ്ക്ക മെഴുക്കുവരട്ടി അത്ര ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പ് വേണം, അല്പം എരിവ് വേണം. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇത് കണ്ടെന്ന് വിശ്വസിക്കുന്നു.